28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, വൈഫും 2 കുട്ടികളായിട്ട് ചെറിയൊരു ഫാമിലി, നല്ലൊരു ജോലി, അതിൽ കിട്ടുന്ന വരുമാനം വെച്ച് ഫാമിലി സ്മൂത്തായിട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെയുള്ളപ്പം പുള്ളി ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ ജോയിൻ ചെയ്യുക. പുള്ളിയുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആവുമെന്നുള്ള പുള്ളി മനസ്സിലാക്കിക്കൊണ്ട് ആ ബിസിനസ്സിൽ ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്ത ഉടനെ വൈഫിനെ വിളിച്ച് പറയുന്നു, ഞാനൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുണ്ട്, നമ്മുടെ ലൈഫ് ശരിക്കും വലിയ രീതിയിലൊരു മാറ്റം നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും എന്ന് വൈഫിനോട് പറയും. പറഞ്ഞുകൊണ്ട് അത് കേട്ട ഉടനെ വൈഫ് എന്നൊരു വളരെ ഹാപ്പിയാവും, വലിയൊരു പ്രതീക്ഷ ഉണ്ടാവും. ആ പ്രതീക്ഷയോട് കൂടി അവർ തിരിച്ചുകൊണ്ട് ഫോൺ വെക്കുന്നു, തന്നെ കൺഗ്രാജുലേറ്റ് ചെയ്ത്. അപ്പോൾ അർജുൻ ആദ്യത്തെ ദിവസം ഒരു 100 പേരുടെ ലിസ്റ്റ് എഴുതി. രണ്ടാമത്തെ ദിവസം ആ 100-ൽ ഒരു 30 പേര് ഫോളോ ചെയ്തു. മൂന്നാമത്തെ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഞാൻ വലിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്നു എൻ്റെ ലൈഫിൽ നിന്ന്, വലിയൊരു തീരുമാനമെടുത്തിട്ടുണ്ടെന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിലും റീൽസും പിന്നെ സ്റ്റോറിയും പിന്നെ വാട്സപ്പിൽ സ്റ്റേറ്റസൊക്കെ വെച്ച്. എന്നിട്ട് പുള്ളിക്ക് അറിയാവുന്ന ആളുകളോടൊക്കെ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി പുള്ളി സംസാരിക്കാൻ തുടങ്ങി. ഒരു 90 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ 91-ാമത്തെ ദിവസം അർജുൻ പഴയപോലെ പുള്ളിയുടെ ഓഫീസിൽ അതേ സീറ്റിൽ പഴയ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിലൊന്നും ചെയ്യുന്നില്ല. എന്ത് പറ്റിയെന്ന് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ അർജുൻ തുടക്കത്തിൽ വളരെ എക്സൈറ്റഡ് ആയിരുന്നു, വളരെ എനർജറ്റിക് ആയിരുന്നു, വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. പുള്ളി ആര് കണ്ടാലും പുള്ളി വലിയ രീതിയിൽ സക്സസ്ഫുൾ, പുള്ളി കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഡയറക്റ്റ് സെല്ലിങ്ങിൽ എന്തായാലും സക്സസ്ഫുൾ ആവും എന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ളൊരു വ്യക്തി പിന്നീട് ബിസിനസ് ഒട്ടും ചെയ്യാതെ സ്റ്റേജിലേക്ക് താൻ എന്ത് പറ്റി എന്ന് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ അർജുൻ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ആരും അർജുനോട് ചോദിച്ചില്ല പുള്ളിയുടെ ആഗ്രഹം എന്താണ്, അല്ലെങ്കിൽ പുള്ളി എന്തിനു വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അർജുനും ബിസിനസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ചോദിച്ചില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് സക്സസ്ഫുൾ ആവേണ്ടതെന്നുള്ളത് ചോദിച്ചത്. ഈ 2 ചോദ്യങ്ങളും കൂടെ വരാത്ത സ്ഥിതി അർജുൻ മാജിക്കാണ് പ്രതീക്ഷിച്ചത്, പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റും എന്ന് വിചാരിച്ചു. എന്നിട്ട് പുള്ളിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ പുള്ളി വിചാരിച്ച പോലെ ആയിരുന്നില്ല, അത്ര ഈസി ആയിരുന്നില്ല. പെട്ടെന്ന് പുള്ളി വിചാരിച്ച പോലെ ഒരുപാട് കാശൊന്നും സമ്പാദിക്കാൻ പറ്റില്ല. കാരണം ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പുള്ളിക്കറിയും. ഈ ബിസിനസ് ചെയ്യേണ്ട രീതി എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ പുള്ളിക്ക് തോന്നിയ പോലെ ബിസിനസ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം അതിന് റിസൾട്ട് വന്നില്ല. അപ്പോഴത്തെ കറക്റ്റായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്ക് ചെയ്തില്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻകം കിട്ടില്ല എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായില്ല. അങ്ങനെയുള്ളപ്പം പുള്ളി ഒരു സ്ട്രഗ്ലിംഗ് മോഡിലേക്ക് എത്തി, നല്ല ഡീമോട്ടിവേറ്റഡ് ആയി. അങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പം ഇതിനിടയ്ക്ക് അർജുൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും വീട്ടിൻ്റെ അടുത്തുള്ള ആളുകളൊക്കെ ചോദിക്കും, നിങ്ങളുടെ പുതിയ ബിസിനസ് എങ്ങനെ പോകുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അർജുൻ നല്ല കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അർജുൻ അത് നിർത്തി എന്ന് പറയാനുള്ള ഒരു മടിയും കാണിക്കുന്നുണ്ട്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും ഞാൻ വലിയ രീതിയിൽ എൻ്റെ ലൈഫ് മാറുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇല്ല, ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാൻ പുള്ളിക്കൊരു. അപ്പം പുള്ളിക്ക് തോന്നി അതിന് പകരം നന്നായിട്ട് പോകണം എന്നല്ല ഇങ്ങനെ തള്ളി നീക്കിയാൽ പിന്നീട് ആളുകൾ ചോദിക്കുന്നത് നിർത്തും എന്ന് ഒരു ചിന്തയോടുകൂടി അതങ്ങനെ മാനേജ് ചെയ്യുന്നു. പക്ഷേ ഉള്ളിൽ വളരെ സങ്കടവും വേദനയാണ്. ഞാൻ ഒരു കാര്യം തുടങ്ങിയിട്ട് എനിക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. അങ്ങനെ ഒരു 90 ദിവസം നീക്കി അത് കഴിഞ്ഞപ്പം പുള്ളി അത് നല്ല സ്റ്റോപ്പ് ചെയ്തു. 91-ാമത്തെ ദിവസം പുള്ളിക്കൊരു ചേഞ്ച് കൊണ്ടുവരായിരുന്നു. പക്ഷേ പുള്ളിക്കത് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് അറിയാത്തതുകൊണ്ട്, അത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് സക്സസ്ഫുൾ ആകാൻ ശരിയായൊരു മാർഗമുണ്ട് ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളത് അറിയാത്തതുകൊണ്ട് ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അർജുനെ പോലുള്ള ആളുകൾ. അപ്പോൾ ഈ ബിസിനസ്സിൽ ആരും ഫെയിലിയറായി പോകുന്നതല്ല. ഈ ബിസിനസ് പലപ്പോഴും ആളുകൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയാതെ നിർത്തിപ്പോകും. ഇതിന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പല സിറ്റുവേഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് അർജുൻ്റെ ഒരു വളരെ അടുത്തൊരു ഫ്രണ്ടിനെ പോയി, ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വളരെ ഒരു അടുത്തൊരു ഫ്രണ്ടിനെ പോയി കണ്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞു. അപ്പം അർജുൻ പ്രതീക്ഷയോ അർജുൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആയതുകൊണ്ട് എന്തായാലും ജോയിൻ ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളി എല്ലാം പുള്ളിയുടെ പ്രസൻറ്റേഷനെല്ലാം കേട്ടിട്ട് പറഞ്ഞു, ഇല്ല എനിക്കിത് ചെയ്യാൻ തോന്നുന്നു, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
അപ്പോൾ അർജുൻ്റെ ഫ്രണ്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം അർജുന് തോന്നി എൻ്റെ ഫ്രണ്ടിന് ചെയ്യാൻ പറ്റില്ല, എനിക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പുള്ളി അത് മെല്ലെ മെല്ലെ നെഗറ്റീവാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സ്വയം വിശ്വസിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അടുത്ത പുള്ളിയുടെ ലിസ്റ്റിലുള്ള ആളുകളോട് സംസാരിക്കാനോ ബിസിനസ്സിനെ പറ്റി പറയാനോ പുള്ളിക്ക് മടിയായി തുടങ്ങി, പേടിയായി തുടങ്ങി. ഒരു ദിവസമല്ല 2 ദിവസമല്ല മെല്ലെ മെല്ലെ സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ 90 ദിവസം കഴിഞ്ഞപ്പം അർജുൻ ബിസിനസ്സിലായി കംപ്ലീറ്റ്ലി ഇല്ലാത്തതായി. അർജുൻ മനസ്സിലാക്കിയില്ല 91ാമത്തെ ദിവസം ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. ആ ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ ശരിയായിട്ടുള്ള രീതി എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. 91ാമത്തെ ദിവസം വേണമെങ്കിലും അർജുനെ ബിസിനസ്സിൽ സക്സസ് ഫോർമുല എന്താണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് പോലും അർജുൻ അറിയാത്തതുകൊണ്ട് അർജുൻ മെല്ലെ സ്റ്റോപ്പ്. ഇതുപോലെയാണ് പലപ്പോഴും അർജുനെ പോലെയാണ് പല ആളുകളും ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാതെയാണ് അവർ ബിസിനസ്. പലപ്പോഴും ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ബിസിനസ് നിർത്തിപ്പോകുന്ന ആളുകൾ. അതേ സമയത്ത് നമ്മൾ ഇനിയൊരു വ്യക്തി എടുക്കാം, രവി എന്നൊരു യങ്സ്റ്റർ. അതിൽ പുള്ളി ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. പുള്ളി ബിസിനസ് കാണുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് മണി മേക്കിംഗ് ആയിട്ടല്ല, ഒരു ലോങ് ടേം കരിയറായിട്ട് കാണുന്നുണ്ട്. അപ്പം ആരോടും പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ട്രൈ ചെയ്യുകയാണ് എന്ന് പറയാറില്ല. അതിന് പകരം ഞാനൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിസിനസ് ടീമിനെ ബിൽഡ് ചെയ്യുകയാണ്, ഞാൻ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിസിനസ് സിസ്റ്റം ബിൽഡ് ചെയ്യുകയാണെന്നാണ് പലപ്പോഴും പറയാറ്. അപ്പോൾ പുള്ളിയെ ബിസിനസ്സിനെ കാണുന്നത് തന്നെ വ്യത്യസ്ത രീതിയിലാണ് കാണുന്നത്. ബിസിനസ്സിനെ ബിസിനസ്സായിട്ടാണ് കാണുന്നുണ്ടായിരുന്നത്. ബിസിനസ്സിനെ ഒരു പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റി ആയിട്ടല്ല കണ്ടത്, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ടാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ രവി ആ ബിസിനസ് എങ്ങനെ ചെയ്യണം, ബിസിനസ്സിൻ്റെ സിസ്റ്റംസ് എന്താണ്, ബിസിനസ്സിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് പഠിച്ചു തുടങ്ങി. ബിസിനസ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുകയും ബിസിനസ്സിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കി അത് പ്രകാരം ബിസിനസ് ബിൽഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ രവിയുടെ ബിസിനസ് വളരെ സക്സസ്ഫുള്ളായി. ഇന്ന് രവി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ലീഡറാണ്. ഇന്ന് പുള്ളിയുടെ ടീമിൽ ഒരുപാട് സക്സസ്ഫുള്ളായ ആളുകളുണ്ട്. കാരണം എന്താ, പുള്ളി ബിസിനസ്സിനുള്ള സീക്രട്ട് എന്ന് പറയുമ്പോൾ ആർക്കും അറിയാത്ത സീക്രട്ടല്ല, ബിസിനസ് എങ്ങനെ ചെയ്യണം എന്നുള്ള ആ രീതി എന്താണെന്നുള്ളത് മനസ്സിലാക്കി ചെയ്തുകൊണ്ടാണ്. അപ്പം ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ പലപ്പോഴും നമുക്ക് അർജുനെ പോലെ ബിസിനസ്സിലേക്ക് വന്ന് വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി വന്നിട്ട് ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ നിർത്തിപ്പോയ ആളുകളുമുണ്ട്. രവിയെപ്പോലെ വളരെ സാധാരണക്കാർ, വളരെ ടാലൻറ്റഡ് അല്ല, വളരെ നോളജബിൾ അല്ല, എങ്കിൽപ്പോലും ബിസിനസ്സിൻ്റെ രീതി എന്താണെന്നുള്ളത് മനസ്സിലാക്കി അഡ്വക്കേറ്റ് ചെയ്തിട്ട് സ്ട്രക്ചർഡായിട്ട് വർക്ക് ചെയ്ത ആളുകളാണ് ഇന്ന് സക്സസ്ഫുൾ ആയി. അപ്പോൾ നിങ്ങളും ഈ ബിസിനസ് വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എടുത്ത ആളാണ്. നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള രവിയെപ്പോലെ സക്സസ്ഫുൾ ആവാനുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റം നിങ്ങളുടെ ടീമിന് ബിൽഡ് ചെയ്ത് സ്ട്രോങ് ആയിട്ടുള്ള ഡയറക്റ്റ് സെല്ലിംഗ് ടീമിന് ബിൽഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ എൻ്റെ ഫ്രീ വെബിനാറിൽ ഈ ബിസിനസ് സിസ്റ്റംസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതിനെപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വെബിനാറിലേക്കുള്ള ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിലും ബയോയിലും കൊടുത്തിട്ടുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്യും. നമുക്ക് വെബിനാറിൽ എങ്ങനെയാണ് ഒരു സ്ട്രോങ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും.